സുരേഷ് ഗോപിക്കെതിരെ ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. തെരഞ്ഞെടുപ്പ് സംബന്ധമായ പരാതിയായതിനാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് പരിശോധിക്കുക. എം.എസ്. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ഈ പോലീസിന് ഈ കേസിൽ നേരിട്ടൊരു നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? പോലീസ് നീക്കം എങ്ങനെയാണ് ഇപ്പോൾ പ്രതാപന്റെ പരാതി? സാധാരണഗതിയിൽ പോലീസിന് ജില്ലാ വരണാധികാരി തെരഞ്ഞെടുപ്പ് ഓഫീസർ പരാതി നൽകിയാലാണ് നേരിട്ട് കേസെടുക്കാനായി സാധിക്കുക. അല്ലാതെ ഒരു വോട്ടർക്കോ അല്ലെങ്കിൽ ഒരു നേതാവിനോ ഇത്തരത്തിൽ നേരിട്ട് പോലീസിന് ഒരു പരാതി നൽകിയാൽ അതിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ടി.എൻ. പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയപ്പോൾ ഇക്കാര്യത്തിൽ പരിശോധന നടത്താനായി ഇപ്പോൾ സിറ്റി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടും. ടി.എൻ. പ്രതാപന്റെ പരാതി ഇങ്ങനെയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണ്. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഈ തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് ടി.എൻ. പ്രതാപൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ഒരു നടപടി എടുക്കണമെന്ന ആവശ്യമാണ് സിറ്റി പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ ഒരു നിയമോപദേശം എടുത്ത ശേഷം മാത്രമേ എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം പരിശോധിക്കുക.